അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും തമ്മിലൊരു കമ്പാരിസൺ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും എത്ര ഇന്ത്യൻ റുപ്പിക്കാണ് നിങ്ങൾ ഈ വാഹനം വാങ്ങിയത്? ഈ നമ്പർ പ്ലേറ്റിലൊരു ചിത്രം ഉണ്ട് അല്ലേ, ഇത് ശരിക്കും എന്താ സംഭവം? ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. അവിടുത്തെ RTO മുറിവിൽ നമ്മൾ കൊടുത്ത് അപേക്ഷ കൊടുത്ത് അവർ നമുക്ക്. എൻ്റെ പിറകിലുള്ളത് BMW XM എന്ന് പറയുന്ന മോഡൽ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല കുറച്ച് സെലിബ്രിറ്റികൾ ഈയിടെയായി കേരളത്തിൽ വാങ്ങിയത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ്ങുമാണ്. നമ്മുടെ സുഹൃത്തായിട്ടുള്ള പഹലീഷ എന്ന് പറയുന്ന അദ്ദേഹം വാങ്ങിയ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നേരത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് XM-നകത്ത് നമ്മൾ കണ്ട എന്നാൽ സാധാരണ BMW-ൽ നമ്മൾ കാണാതിരിക്കുകയും ചെയ്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ കാര്യം ഗ്രില്ലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ലൈറ്റ് കത്തും എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മൾ സാധാരണഗതിയിൽ കാണാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള കിഡ്നി ഗ്രില്ലുകൾ തന്നെയാണ് നമ്മൾ BMW-ൽ കണ്ടിട്ടുള്ളത്. പക്ഷേ അത് വെർട്ടിക്കലിയാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇത് കുറച്ചുകൂടി ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വ്യത്യാസം. രണ്ടാമതൊരു കാര്യം, ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാർട്ട് ബീറ്റ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തതിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഫീലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട്. മൂന്നാമത്തെ കാര്യം വീലിലേക്ക് വരുമ്പോഴാണ്. സാധാരണഗതിയിൽ BMW വാഹനങ്ങളുടെ വീല് കാണുന്ന സമയത്ത് അതിനകത്ത് BMW-യുടെ ലോഗോ ആണ് ഉണ്ടാവാറുള്ളത്. ഈ വാഹനത്തിനകത്ത് ലോഗോ മിസ്സിംഗ് ആണ്. പകരം BMW എന്ന് പറയുന്ന ലെറ്ററിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതും BMW വാഹനത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നാലാമത്തെ കാര്യം ഡോർ ഹാൻഡിൽ. ഡോർ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ എലമെൻ്റ് ആണ് എന്ന് പറയും. ഇതിങ്ങോട്ട് കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊരു 3D മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡോർ ഹാൻഡിൽസാണ് വന്നുള്ളത്. ഈ ഒരു തുമ്പത എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അത് ശരിക്കും ഈ ഒരു സൈഡ് വ്യൂ മിററിലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. അഞ്ചാമത്തെ കാര്യം, റിയറിലേക്ക് വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് ബാക്കിൽ ഒരു ലോഗോ യൂണിറ്റ് കാണാറുണ്ട്. അത് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ വാഹനത്തിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ലോഗോ യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ്. പകരം ലോഗോ യൂണിറ്റ് ഉണ്ട്. അത് ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയുമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് കൊടുത്തേക്കണു. ഈ ഒരു ഭാഗത്തുള്ളത് മിസ്സായിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോഗോ യൂണിറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നേരത്തെ വെച്ചൊരു മോഡൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ലോഗോയെ പ്ലേസ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ XM എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിങ് സാധാരണഗതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെൻറ്ററിൽ കുറച്ചിങ്ങോട്ട് കയറിയിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ലോഗോ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിങ് ഡിഫറൻസ് നമുക്ക് 5ാമത്തെ റീസണായിട്ട് പറയാം. ആറാമത്തെ കാര്യം എക്സോസ്റ്റാണ്. എക്സോസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കോഡ് എക്സോസ്റ്റ് സിസ്റ്റം നമ്മൾ പല വാഹനങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഒന്നിവിടെ ഒന്ന് തൊട്ടപ്പുറത്താണ്. ഇത് വെർട്ടിക്കലിയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒന്നിന് മുകളിലൊന്ന് അല്ലെങ്കിൽ ഒന്നിന് താഴെ ഒന്നായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതും BMW-ൽ എന്തായാലും ആദ്യമായിട്ടാണ്. 7ാമത്തെ ഒരു കാര്യം ഇതിൻ്റെ റൂഫ് ലൈനറാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന റൂഫ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. പക്ഷേ ഈ വാഹനത്തിനകത്ത് ഒരു 3D സെറ്റപ്പാണ്. അതായത് നമ്മളൊരു മലനിരകളൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ സംതിങ് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ കുറച്ച് പൊന്തി നിൽക്കുന്നു, ഇത് താഴ്ന്നു നിൽക്കുന്നു, അങ്ങനെ ഒരു പാറ്റേണിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതും ഒരു കാറിനകത്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. BMW-ലും ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. റൂഫ് ലൈനറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻറ്റീരിയർ ഇത് നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് പറയുന്നില്ല. ഈ ഒരു ഗ്രീൻ ടൈപ്പ് കളറും അതുപോലെ തന്നെ ആ ഒരു കുറച്ചും കൂടി മോസ്റ്റ് മോഡേൺ ഇൻറ്റീരിയർ അതെല്ലാം തന്നെയും സെയിം തന്നെ കേട്ടോ. നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 8ാമത്തെ കാര്യം എക്സോസ്റ്റ് നോട്ടാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഒന്ന് കേട്ടോക്കാം. അടിപൊളി. അപ്പോൾ ഇതാണ് 8. ഇനി 9ാമത്തെ കാര്യം എന്താണെന്നല്ലേ? 9ാമത്തെ കാര്യം ഇതൊരു ഹൈബ്രിഡ് ആണ് എന്നുള്ളതാണ്. മോസ്റ്റ് പവർഫുൾ BMW M സീരീസ് എന്ന് XM-നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു M വാഹനം ഇതുവരെ BMW ലൈനപ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു 4 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. V8 എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. 25.7 kWh ഒരു ബാറ്ററി പാക്കും ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടും കൂടി 653 ഹോഴ്സ് പവറും 800 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പെർഫോമൻസ് നെക്സ്റ്റ് ലെവലാണ് എന്ന് ചുരുക്കം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് 9 കാര്യങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് 10ാമത്തെ കാര്യമാണ്. അത് ഈ വാഹനത്തിൻ്റെ ഓണറാണ്. ഞാൻ ഈ വാഹനത്തിൻ്റെ ഓണറെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഷഫീർ ക, വെൽക്കം ടു അവർ ചാനൽ.
അൽ ആലിയ ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ്, അതിൻ്റെ ഡയറക്ടറാണ്. ഇദ്ദേഹം കാർനെറ്റ് വഴി നാട്ടിലേക്ക് എത്തിച്ച വാഹനമാണിത് അല്ലേ? യെസ്. ശരിക്കും എന്താണ് സൗദിയിൽ പരിപാടി? ശരിക്ക് നമ്മൾ ഫ്രോസൺ ഫുഡിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ്. നമ്മളെ കമ്പനിയുടെ പേര് അല്ലാലിയ ഫുഡ്. അല്ലാലിയ ഫുഡ്സ്. ആലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാ തോന്നുന്നു. ഓക്കെ. എവിടെയാണ് സൗദിയിൽ? സൗദി റിയാദിൽ. ഫ്രോസൺ ഫുഡ്സ് പറയുമ്പോൾ എന്തൊക്കെ തരം ഫുഡുകൾ ഉണ്ടാവും? നമ്മള് ഓൾ ഐറ്റംസ്, ബീഫ്, ചിക്കന്, അതിന്റെ പാർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി സൗദിയിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. എന്തായാലും നിങ്ങളിത് കൊണ്ടുവന്ന സമയം അടിപൊളിയായിരുന്നു. കാരണം കേരളത്തിൽ ഇതിങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഒരു റെസ്പോൺസ് നിങ്ങൾ ഇതായിട്ട് പോകുമ്പോൾ കിട്ടാറുണ്ടോ? അതെ, യാത്രയിലൊക്കെ എല്ലാവരും കൂടുതൽ കുട്ടികളാണ്. കാരണം ടോബിനോ തോമസിനെ പോലെ ഒരു ആക്ടർ ഇത് എടുത്തുകൊണ്ട് സൗദി നമ്പർ പ്ലേറ്റ് കുട്ടികൾ കൂടുതലാണ് ഭയങ്കര. പിന്നെ മാത്രമല്ല, ഇതങ്ങനെ കേരളത്തിൽ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരുവിധം ആൾക്കാരുടെ ഒക്കെ ഡ്രീമിന് എബോ ഉള്ളൊരു വാഹനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് നിന്ന് തുടങ്ങാം. ഈ നമ്പർ പ്ലേറ്റിൽ ഒരു ചിത്രമുണ്ട് അല്ലേ? ഇത് ശരിക്കും എന്താ സംഭവം? അത് നമ്മള് ഓൾഡ് റിയാദ് ദരിയ എന്ന് പറയും. അത് നമുക്ക് ഇഷ്ടമുള്ള ചിത്രം വെക്കാം നമ്പർ പ്ലേറ്റ്. അത് നമ്മള് സ്പെഷ്യലായിട്ട് നമ്മള് പ്രീമിയം വണ്ടിക്കൊക്കെ സാധാരണ നമ്പർ പ്ലേറ്റ് ഇതല്ല സൗദിന്റെ, സ്ക്വയർ ടൈപ്പ് ആണ്. ഒരു സ്ക്വയർ പ്ലേറ്റ് പോലെ നമ്മള് പ്രത്യേകം അവർക്ക് അവിടുത്തെ ആർടിഒയില് മുറിവില് നമ്മൾ കൊടുത്ത് അപേക്ഷ കൊടുത്ത് അവര് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിത്രം. കുറച്ച് പേയ്മെന്റ് കൊടുത്ത്. അവിടെ എങ്ങനെ നമ്പർ പ്ലേറ്റിന് പൈസ കൊടുത്ത് വാങ്ങാം? നമ്മളെ ഓൺ പേരിൽ നമ്പർ നോർമലാണ്. ഇതിന് ഇവിടുത്തെ ഒരു 15,000 രൂപ കൊടുത്താൽ നമുക്ക് ഈ പ്ലേറ്റ് പോലെ ആക്കി വരാൻ പറ്റും. ഓക്കെ. ഇനി ഒരു ചോദ്യം, എന്തുകൊണ്ട് എക്സം എന്നുള്ളതാണ്? എല്ലാവർക്കും ഉള്ള മാതിരി ഒരു ഡ്രീം കാർ, പ്രീമിയം റേഞ്ച് റോവർ ആയിരുന്നു എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ എങ്ങനെ ഏത് നിമിഷത്തിലാണ് എക്സം ഒക്കെ മാറിയത്? ഷോറൂമിൽ പോയപ്പോ അന്ന് ഉമ്മയും വൈഫൊക്കെ ഉണ്ടായിരുന്നു. വൈഫും ഉമ്മയും കൂടെ സെലക്ട് ചെയ്ത വണ്ടിയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു എന്നുള്ളത്. അത് കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഷെയർ ഖാനെ കാണാൻ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന വണ്ടിയെ കുറിച്ച്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും തമ്മിലൊരു കമ്പാരിസൺ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും എത്ര ഇന്ത്യൻ റുപ്പിക്കാണ് നിങ്ങൾ ഈ വാഹനം വാങ്ങിയത്? ശരിക്ക് ഇത് സൗദി റിയാല് 700,000, 7 ലക്ഷം റിയാൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1.8 അത്രയാണ്. 1,80,00,000 അല്ലേ? ശരിക്കും ഈ വണ്ടിക്ക് ഇന്ത്യ എത്ര വില എന്നറിയോ? 3,30,00,000 രൂപ. എനിക്ക് തോന്നുന്നത് പകുതി വ്യത്യാസം ശരിക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ നിയമം, ഇവിടുത്തെ രാജ്യത്തിൻ്റെ സാഹചര്യം. ഇപ്പോൾ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം. ഇവർ GCCയിൽ ജീവിക്കുന്നു, അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞാണ്. ഇനി മറ്റൊരു കാര്യം, ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ നിലവിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡ്രൈവിങ്. ആ ഡ്രൈവിംഗ് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഇടയിൽ കൂടി പറയട്ടെ. ഈ വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒറ്റ തവണ മാത്രമേ ഇതിൽ യാത്ര ചെയ്തിട്ടുള്ളൂ അല്ലേ? റിയാദിലേക്ക് പോയ ദമാം പോയ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് 0 കിലോമീറ്റർ വണ്ടി അവിടുന്ന് ഓടിച്ച് പോർട്ടിലെത്തിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു 600 കിലോമീറ്ററാണ് ഇവിടെ എത്തി. ഇപ്പോൾ ഏകദേശം 2,000 കിലോമീറ്റർ ആയി. വന്നിട്ട് 10 ദിവസം ആവാനായി തോന്നുന്നു. 20 ദിവസം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവ് തന്നെയാണ്. യാത്ര കംഫർട്ട്, അതിനെക്കുറിച്ചൊക്കെ വേറെയാണ്. ഓക്കെ. വേറൊരു ചോദ്യം, ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, ഒരു വിദേശ നിർമ്മിത വണ്ടിയാണ്, റൈറ്റ് ഹാൻഡാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടോ ശരിക്കും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇത് ഓടിക്കുമ്പോൾ? ഡ്രൈവിങ്ങിന് നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. കാണാത്തൊരു പ്രശ്നം വരും അല്ലേ? കാരണം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇരിക്കണമെന്നല്ലേ. വലിയ വണ്ടി നമ്മൾ ഫ്രണ്ടിൽ പെട്ട ഓവർടേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ബാക്കി നോർമലി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോവാം. പിന്നെ ഒരു ചാർജറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ചാർജർ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫുൾ പെട്രോളാണ് പോണത്. അതെന്താണ് കാരണം? എന്താണ് അത്? ഇവിടെ നമുക്ക് അതിന്റെ കമ്പനി തരുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ചാർജിങ് കേബിൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് അവിടെ റിയാദിൽ നമുക്ക് അവൈലബിൾ അവിടെ ഉണ്ട്. അത് ഫാസ്റ്റ് ചാർജിങ് 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്തെടുക്കാം. അത് മാനുവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 12 മണിക്കൂർ ചാർജ് ചെയ്യും. ഇവിടുത്തെ നമുക്ക് ലോഡ് താങ്ങാത്തതുകൊണ്ട് ബുദ്ധിമുട്ട്. 2 തവണ പേരത്തെ ഫീസ് അടിച്ച് പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഇത് ചെയ്യണം. വീട്ടിൽ നമ്മൾ ചാർജിങ് സോക്കറ്റ് വേറെ ചെയ്താൽ 15 ആംപിയറിന്റെ അങ്ങനെ ചെയ്താൽ മതി. ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺലി 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആവും ചെയ്യും. പക്ഷെ ആ കേബിൾ ഇല്ലാത്ത പ്രശ്നമാണ്. വണ്ടിക്ക് നമുക്ക് അവിടെ ഓക്കെയാണ് ചെയ്യണം. ഇവിടെ മൈലേജ് നമുക്ക് 4-5. അതെ. ശരിക്കും കമ്പനി അവകാശപ്പെടുന്ന 60ആണ്. അത് ഹൈബ്രിഡും കൂടി ഉണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളിപ്പോൾ പെട്രോൾ കൂടുതൽ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ കിട്ടൂല. നമുക്ക് തെളിവുണ്ട്. അല്ല, ഓടിച്ച നിങ്ങളെ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് BMW XM എന്ന് പറയുന്ന മോഡൽ. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യേണ്ട ഒരു കാരണം, ഒന്ന് ഒരു യൂസർ ഫീഡ്ബാക്ക് എന്നുള്ള നിലയ്ക്ക്, അതായത് ഉപയോഗിക്കുന്ന ഒരാളുടെ ഒരു ഫീഡ്ബാക്കും കൂടി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. XM എടുക്കാനുള്ള റീസൺ പറഞ്ഞു.
പറഞ്ഞു, ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവം പറഞ്ഞു. എന്തായാലും താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാം, ഞാൻ എക്സാം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം 1-2 വണ്ടികൾ കേരളത്തിൽ ഇറങ്ങി, അപ്പോൾ ഇതിങ്ങനെ ട്രെൻഡിങ് ആയി വരുന്നു. അങ്ങനെ എങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും ഷെയർക്കയും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഷെയർക്ക എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കേരളത്തിൽ എത്തിയ ഉടനെ തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ വേറൊരു ടെസ്റ്റ് വന്നു. നമ്മളുടെ ഒരു വിയറ്റ്നാം യാത്ര വന്നപ്പോഴാണ് ഷെയർഖാൻ്റെ അടുത്ത് അതെ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ റൈറ്റ് ടൈം എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. അതുപോലെ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഓർത്തല്ലോ, അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് നന്ദിയുണ്ട്. കാണുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് BMW XM-നെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്ന 10 കാരണങ്ങൾ. അതിൽ 10ാമത്തെ കാരണം കുറച്ചുകൂടി ദൂരമുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ആ ഒരു 10 കാര്യം വരുന്നത്. ഒരു ജെന്യൂൻ ഫീഡ്ബാക്ക് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർക്കാരുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുന്നതും നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടുന്നതൊക്കെ വലിയൊരു അവസരമാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് നന്ദി. ഷെയർക്കാർക്ക് വീണ്ടും നന്ദി. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.